ഡെനോൺ കമ്പനിക്ക് സമ്മതമാണെങ്കിൽ രാജൻപിള്ള കൈയടക്കി വെച്ചിരിക്കുന്ന ബ്രിട്ടാനിയ സാമ്രാജ്യത്തിന്റെ 50% ഓഹരികൾ താൻ വാങ്ങാമെന്ന് വാടിയ ഡെനോൺ കമ്പനിയെ അറിയിച്ചു. ഇന്ത്യയിലെ ബ്രിട്ടാനിയ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനം മാത്രം ചോദിച്ച വാടിയ മറ്റെല്ലാം ഡെനോൺ കമ്പനിക്ക് വിട്ടുകൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. രാജൻപിള്ളയെ ഒഴിവാക്കുക വഴി വൻ ലാഭം കൊയ്യാമെന്ന് സ്വപ്നം കണ്ട ഡെനോൺ കമ്പനി ഇക്കാര്യം പിള്ളയുടെ പാർട്ണറായ ജോൺസണോട് ചർച്ച ചെയ്യുന്നു. ജോൺസണും എന്തുകൊണ്ടോ ഈ നിർദ്ദേശം സമ്മതമായിരുന്നു. ജോൺസൺ പറഞ്ഞൊരു ബ്രിട്ടീഷുകാരന് അതിന്റെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അവര് വലിയ ഫ്രണ്ട്സായിരുന്നു ആദ്യം. കുറച്ചു കഴിഞ്ഞപ്പോ അവര് തമ്മിലും തെറ്റി. ഇവിടെ മുതൽ രാജൻപിള്ളയെ കൊടുക്കാൻ വാടിയയും ജോൺസണും കൈകോർക്കുകയായിരുന്നുവെന്ന് രാജൻപിള്ളയുടെ ബന്ധുക്കൾ പറയുന്നു. രാജൻപിള്ളയെ പുകച്ചു പുറത്തു ചാടിക്കാൻ ജോൺസൺ പഴയൊരു പ്രശ്നം കൊണ്ടുവരികയായിരുന്നു. റോസ് ജോൺസണും രാജൻപിള്ളയും സംയുക്ത ഉടമകളായിരുന്ന കമ്പനിയുടെ ബ്രാൻഡ് നെയിമായിരുന്നു ഒലെ എന്നത്. ജോൺസൺ അറിയാതെ രാജൻപിള്ള ഒലെ എന്ന പ്രശസ്ത ബ്രാൻഡ് നെയിം $7 മില്യൺ വിറ്റിരുന്നുവത്രേ. ഇതിനെതിരെ ജോൺസൺ സിംഗപ്പൂരിൽ കോടതിയെ സമീപിച്ചു. തുടർന്ന് 30ഓളം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ രാജൻപിള്ള പ്രതിയായി. രാജൻപിള്ളയുടെ സിംഗപ്പൂരിലെ വക്കീലായിരുന്ന അലൻ ജോൺസന്റെ നിർദ്ദേശാനുസരണം രാജൻപിള്ള ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു. രാജനാണെങ്കിൽ ഒലെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന് $7 മില്യൺ കൊടുത്തത് അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന്. അതൊരു 7 years പണ്ട് നടന്ന ഒരു ട്രാൻസാക്ഷൻ ആയിരുന്നു. അന്ന് അത് ഏർണസ്റ്റ് ആൻഡ് യങ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്ത് ബോർഡ് മീറ്റിംഗ്സും മിനിറ്റ്സും എല്ലാം എല്ലാവർക്കും അയച്ചിട്ട് പോയി കഴിഞ്ഞ ഒരു കാര്യമായിരുന്നു. എന്റെ ബാലൻസ് ഷീറ്റും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 7 വർഷത്തെ ബാലൻസ് ഷീറ്റും എല്ലാം കഴിഞ്ഞിട്ടാ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ അന്ന് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ക്വീൻസ് കൗൺസിൽ ഉണ്ടായിരുന്നു രാജനന്റെ ഇതായിട്ട് ലോയറായിട്ട്. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഇവിടെ ജസ്റ്റിസ് കിട്ടത്തില്ല. സിംഗപ്പൂർ കോടതി രാജൻപിള്ള കുറ്റക്കാരനാണെന്ന് കണ്ട് ശിക്ഷിച്ചു. ശിക്ഷിക്കാൻ പറഞ്ഞാൽ തടവിന് ഇത്ര കൊല്ലം തടവെന്ന് പറഞ്ഞില്ല, അല്ലെ എന്ത് ശിക്ഷ എന്ന് പറഞ്ഞില്ല, കുറ്റക്കാരനെന്ന് കണ്ടു. ശിക്ഷ എന്ത് വേണം തീരുമാനിക്കാനായിട്ട് മാറ്റിവെച്ചു. ആ അവസരത്തില് രാജൻപിള്ള ജാമ്യത്തിന്റെ കണ്ടീഷനൊക്കെ ലംഘിച്ച് കേരളത്തിൽ വന്നു. രാജൻപിള്ള ഇന്ത്യയിലേക്ക് കടന്ന വിവരം സിംഗപ്പൂർ ഗവൺമെന്റ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചു. തുടർന്ന് രാജൻപിള്ള ബോംബെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി നിരസിച്ചു. തുടർന്ന് ബോംബെയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ രാജൻപിള്ളയ്ക്ക് തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ ഈ ജാമ്യം കേരള ഹൈക്കോടതി നിരസിച്ചു. ഇവിടെ അവര് കേസ് രജിസ്റ്റർ ചെയ്തില്ല. ഒരു റിക്വസ്റ്റ് ഫ്രം ദി സിംഗപ്പൂർ ഗവൺമെന്റ് വന്നായിരുന്നു ഇവിടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ എക്സ്ട്രഡൈറ്റ് ചെയ്യണം രാജനെന്ന് പറഞ്ഞുകൊണ്ട്. ആ റിക്വസ്റ്റ് വന്ന ഇതിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഒരു മജിസ്ട്രേറ്റിനെ ഡൽഹിയിൽ ഫിക്സ് ചെയ്തു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് ജാമ്യം എടുത്തു. ജാമ്യം എടുത്തു കഴിഞ്ഞപ്പോൾ CBIക്ക് അറസ്റ്റ് ചെയ്യാൻ പ്രയാസം. ഹൈക്കോടതി കൊണ്ടുവന്ന് ജാമ്യം ക്യാൻസൽ ചെയ്യാനായിട്ട് CBI പിറ്റീഷൻ കൊടുത്തു. അതേസമയം സിംഗപ്പൂർ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം രാജൻപിള്ളയെ വിസ്തരിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഡൽഹിയിൽ MN മേത്ത എന്ന മജിസ്ട്രേറ്റിനെ നിയമിച്ചു. കേരള ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഒളിവിലായിരുന്ന രാജൻപിള്ളയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ സർക്കാർ CBIയോട് ആവശ്യപ്പെട്ടു. ഈ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഒരു മജിസ്ട്രേറ്റിനെ ഫിക്സ് ചെയ്തിട്ട് അവര് CBI റിക്വസ്റ്റ് ചെയ്യുന്നത് ടു അറസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസ് ബിഫോർ ദി മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ എക്സ്ട്രഡീഷന്റെ ചാർജുള്ള മിനിസ്റ്റർ പ്രണാബ് മുഖർജി ആയിരുന്നു. പ്രണാബ് മുഖർജിയും രാജൻപിള്ളയുടെ ഫാദർ പഴയ കാഷ്യൂ ബിസിനസ്സുകാരൻ ജനാർദ്ദന പിള്ള എന്ന് പറയുന്നു. അവര് അദ്ദേഹമായിട്ട് വലിയ അടുപ്പത്തിൽ വരുന്നുണ്ട്. ആ മേൽലാസമൊക്കെ പറഞ്ഞു കണ്ടപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞു. ആ ഉറപ്പിന്മേ രാജൻപിള്ള ഇവിടുന്ന് ഡൽഹിക്ക് പോയി. ഞങ്ങളുടെ ലീഗൽ അഡ്വൈസ് ലംഘിച്ചുകൊണ്ടാ പോയത്. ഒരു കാരണവശാലും കേരളത്തിന് പുറത്തേക്ക് പോകരുത്, പോയി കഴിഞ്ഞാൽ CBI പിക്കുക എങ്ങനെയില്ലാത്ത വീണ്ടും. അപ്പൊ ഈ പ്രണബ് മുഖർജിയുടെ ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തില് ഒന്നും വരാൻ പോകുന്നില്ല, ഇന്ന് വൈകുന്നേരം ഞാൻ ഓർഡർ പാസ്സാക്കിയേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ ഇവിടുന്ന് പോയത്. എന്നിട്ട് അവിടെ ഏറ്റവും പരസ്യമായിട്ടുള്ള ഒരു ഹോട്ടലില്, അവിടുത്തെ സിറ്റിയുടെ മെയിൻ പാർട്ടിലുള്ള ഏറ്റവും വലിയ ഹോട്ടലിലുള്ള ലാ മെരിഡിയൻ എന്ന് പറഞ്ഞ ഹോട്ടലാണ്, അവിടെ പോയി താമസിച്ചു.
അവിടെ പോയി CBI അറസ്റ്റ് ചെയ്തു. 1995 ജൂലൈ 3 രാത്രിയിൽ ഡൽഹിയിലെ ലേ മെറിഡിയൻ ഹോട്ടലിൽ നിന്നും രാജൻ പിള്ളയെ CBI അറസ്റ്റ് ചെയ്തു. പ്രത്യേക മജിസ്ട്രേറ്റ് MN മേത്തയ്ക്ക് മുന്നിൽ രാജൻ പിള്ള ഹാജരാക്കപ്പെട്ടു. താൻ കരൾ രോഗിയാണെന്നും മതിയായ വൈദ്യപരിശോധന വേണമെന്നുമുള്ള രാജൻ പിള്ളയുടെ അപേക്ഷ നിരസിച്ച കോടതി പിള്ളയെ ജയിലിലേക്ക് അയച്ചു. മജിസ്ട്രേറ്റും ഈ അസുഖം ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ആരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ബിക്കോസ് ഈ ഒരു അസുഖം ഉള്ളത് എസ്കോട്ട്സ് ഹോസ്പിറ്റലിന് മാത്രമേ ഉള്ള അസുഖം ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി, അതായത് അവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഹി ഷുഡ് ബി ടേക്കൺ ടു എസ്കോട്ട്സ് ഹോസ്പിറ്റലിന്. അതും ഒരു വിധത്തില് സമ്മതിക്കുന്നില്ല. എന്തായാലും ഒരു ഡോക്ടറിനെ വെച്ച് നോക്കിയാൽ എന്തായിരുന്നു ഒരു ഏതെങ്കിലും എസ്കോട്ട്സിൽ കൊണ്ടുപോയില്ലെങ്കിലും സാധാരണ ഒരു ഡോക്ടറിനെങ്കിലും വെച്ച് നോക്കിക്കൂടായിരുന്നോ? എന്നിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കായിരുന്നില്ലേ? ഇതാണോ നമ്മുടെ ജുഡീഷ്യറി? I saw a lot of suffering. I think I must also talk about this. Because it's okay that as Rajan Pillai's wife, I never got any help. He even told me, baby, don't say your Rajan Pillai's wife, just say your Nina and they might call you back. That was okay. But it was very sad how they treated all the people in the jail. Some of them I'm sure did things, but some of them I'm sure like Rajan were innocent. And then from that awful place, then you go to the judiciary. And what we saw anyway was that it was quite arbitrary. രാജൻ പിള്ള തിഹാർ ജയിലിൽ പ്രവേശിക്കപ്പെട്ട് 4-ാം നാൾ ലോകമറിയുന്നത് പിള്ളയുടെ മരണവാർത്തയായിരുന്നു. നിലയ്ക്കാത്ത വിവാദ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട രാജൻ പിള്ളയുടെ മരണത്തിലെ ദുരൂഹതകൾ പ്രതിഷേധത്തിന് വഴിതെളിച്ചു. ഡൽഹി ഭരണകൂടം ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. 4 days കഴിഞ്ഞപ്പോ ഈ 44 ഡിഗ്രി സെന്റിഗ്രേഡ് അവിടെ ആ ടെമ്പറേച്ചറിൽ ഈ ലിവർ ഒരിക്കലും ഇതും ചെയ്യത്തില്ല. ആ ലിവർ ബ്രേക്ക് ചെയ്തിട്ടാ മരിക്കുന്നത്. ആ സമയത്ത് ബ്രേക്ക് ചെയ്ത് അൺകോൺഷ്യസ് ആവുമ്പം ഒരു മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക. ആ മെഡിസിൻ ലിവർ സിറോസിസിന് ഒരാൾക്ക് ഒരിക്കലും ആ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അപ്പൊ ഇറ്റ് ലുക്സ് ആസ് ദോ ആരോ ഡിസൈഡ് ചെയ്തു ഹു ഹാസ് വെരി ഹൈ പവർഫുൾ ടെൻഡക്കിൾസ് ടു സീ ദാറ്റ് ദിസ് പേഴ്സൺ ഡസന്റ് കം ഫോർ സം അതർ റീസൺ. അതൊരു ബിസിനസ് റീസൺ ആയിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. By the time I got to Delhi, I think I was just too exhausted. I couldn't say that. I'm so glad I brought him back. The people of my state, they were lining the place. And all those bad images have now been put to rest. I haven't slept for few nights. That's okay, but after this I don't have those images and I'm not seeing things in front of my face and just blood in my hands all. Anyway, but and I thank you all. And it's not dignified for a widow to be talking. I should only be mourning. രാജൻ പിള്ളയുടെ വിധവ നീന പിള്ളയെയും തിഹാർ ജയിലിലെ ജയിൽ പുള്ളികളടക്കം നിരവധി സാക്ഷികളെയും വിസ്തരിച്ച ജസ്റ്റിസ് ലീലാസേത്ത് കമ്മീഷൻ റിപ്പോർട്ടിൽ രാജൻ പിള്ളയുടെ മരണത്തെ ചൂഴ്ന്നു നിൽക്കുന്ന നിരവധി ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. രാജൻ പിള്ളയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നും ആവശ്യമായ ചികിത്സാ സൌകര്യങ്ങൾ ജയിലിൽ ലഭ്യമാണോ എന്ന വിവരം കോടതിയെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ട് ജയിൽ ഡോക്ടർക്ക് കോടതി ഒരു കത്തയച്ചിരുന്നു. എന്നാൽ ആ കത്ത് തനിക്ക് കിട്ടിയിട്ടില്ലെന്നായിരുന്നു ജയിൽ ഡോക്ടറുടെ പ്രതികരണം. കത്തിന്റെ മറുപടിയെക്കുറിച്ച് സ്പെഷ്യൽ മജിസ്ട്രേറ്റായ MN മേത്ത തിരക്കിയതുമില്ല. ഈ സാഹചര്യത്തിൽ മജിസ്ട്രേറ്റ് മേത്ത ഏതോ ലോബിയുടെ താൽപര്യം സംരക്ഷിക്കുകയായിരുന്നു എന്ന സംശയം തങ്ങൾക്കുള്ളതായി രാജൻ പിള്ളയുടെ ബന്ധുക്കൾ പറയുന്നു. ഒരു മജിസ്ട്രേറ്റ് ഒരു ലെറ്റർ ജയിൽ ഡോക്ടറിന് അയക്കുന്ന ഏർജന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ അയക്കുന്നുണ്ട്. ആ ലെറ്റർ ജയിൽ ഡോക്ടറിന് കിട്ടിയില്ലെന്നാ പറയുന്നത്. അത് അതിന്റെ അടുത്ത ദിവസം മജിസ്ട്രേറ്റ് അത് കേസ് ടേക്കപ്പ് ചെയ്യുമ്പോൾ ആ ലെറ്ററിന് റിപ്ലൈ വരുന്നോന്നും മജിസ്ട്രേറ്റ്